ഹായ്, എല്ലാവർക്കും സ്വാഗതം. പണമടയ്ക്കുമ്പോൾ യാതൊരു ടെൻഷനും വേണ്ട, നല്ല ഉറപ്പുള്ളൊരു മാർഗം വേണമല്ലേ? അതിനുള്ള ഏറ്റവും മികച്ച ഒന്നാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ നമ്മൾ പറയുന്ന DD. അപ്പോ എന്താണ് ഈ DD? ഇതെങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്നൊക്കെ നമുക്ക് സിമ്പിളായിട്ടൊന്ന് നോക്കിയാലോ? അപ്പോ നമ്മളിന്ന് എന്തൊക്കെയാ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാല് ആദ്യം തന്നെ എന്താണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് ശരിക്കും മനസ്സിലാക്കാം. പിന്നെ ഒരെണ്ണം എങ്ങനെ പോയി വാങ്ങാം, അതിന്റെ നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ എന്തൊക്കെയാണ്, ഇനി അഥവാ എന്തെങ്കിലും പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണം, അവസാനം ഇതെല്ലാം ഓർത്തിരിക്കാനുള്ള കുറച്ച് എളുപ്പവഴികളും. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഒരു കോളേജ് അഡ്മിഷന്റെ ഫീസ് അടയ്ക്കണം, അല്ലെങ്കിൽ ഒരു സർക്കാർ ഓഫീസിൽ പണം കെട്ടിവെക്കണം. അവിടെയൊക്കെ നമ്മൾ അയക്കുന്ന പൈസ കിട്ടിയില്ല എന്ന് പറയാൻ പാടില്ലല്ലോ, അല്ലേ? അത്തരം സാഹചര്യങ്ങളിലാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഒരു ഹീറോയെ പോലെ വരുന്നത്. അപ്പൊ ശരി, നമുക്ക് നേരെ ആദ്യത്തെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞാല് സത്യത്തിൽ എന്താണ് സംഭവം? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സിമ്പിളായിട്ട് പറഞ്ഞാലേ, നിങ്ങൾ ബാങ്കിന് മുൻകൂട്ടി പണം കൊടുക്കുന്നു. ആ പണത്തിന് പകരമായി ബാങ്ക് ഒരു ഗ്യാരണ്ടി പേപ്പർ തരുന്നു. ആർക്കാണോ പണം കൊടുക്കേണ്ടത് അവർക്ക് ആ പേപ്പർ കൊടുത്താൽ മതി. ബാക്കി കാര്യം ബാങ്ക് നോക്കിക്കോളും. ഇവിടെ ഓർത്തിരിക്കേണ്ട രണ്ട് വാക്കുകളുണ്ട്. ഒന്ന് പ്രീപെയ്ഡ്, അതായത് പണം മുൻകൂട്ടി അടച്ചു. രണ്ട് ഗ്യാരണ്ടി, അതായത് പണം കിട്ടുമെന്ന് ബാങ്ക് തന്നെ ഉറപ്പു നൽകുന്നു. DDയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചെക്കുമായിട്ടൊന്ന് താരതമ്യം ചെയ്യാം. ഒരു ചെക്ക് എഴുതുന്നത് നമ്മളാണ്, അല്ലേ? നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ലെങ്കിൽ ആ ചെക്ക് മടങ്ങും. പക്ഷെ DDയോ, അത് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കാണ്. നമ്മൾ പണം കൊടുത്തതുകൊണ്ട് ബാങ്ക് ഗ്യാരണ്ടി തരികയാണ്. അതുകൊണ്ട് തന്നെ DD ഒരിക്കലും മടങ്ങില്ല. ഇതാണ് DDയുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. അതായത് അതീവ സുരക്ഷിതമാണ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലേ, ചെക്ക് ബൗൺസായി എന്നൊക്കെ. അപ്പോ DDയുടെ കാര്യോ? അങ്ങനെ വല്ല ചാൻസുമുണ്ടോ? ഒരു സംശയവും വേണ്ട, ഒരിക്കലുമില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DD ഒരിക്കലും അടങ്ങില്ല. കാരണം പണം നൽകാനുള്ള ഉത്തരവാദിത്തം നമ്മുടേതല്ല, ബാങ്കിന്റേതാണ്. നമ്മൾ നമ്മുടെ പണി നേരത്തെ തീർത്തു, പണം ബാങ്കിന് കൊടുത്തു. ഇനി അത് കൊടുക്കേണ്ടത് ബാങ്കിന്റെ ജോലിയാണ്. ഓക്കേ, അപ്പൊ DD എന്തിനാണെന്നും അതിന്റെ പവർ എന്താണെന്നും നമുക്ക് പിടികിട്ടി. ഇനി നമുക്കൊരെണ്ണം എങ്ങനെ വാങ്ങാമെന്ന് നോക്കാം, അല്ലേ? ഒരു DD ഇടപാടില് എപ്പോഴും 3 കൂട്ടരുണ്ടാകും. ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതൊരു കത്തയക്കുന്ന പോലെയാണ്. DD ഉണ്ടാക്കി തരുന്ന ബാങ്കാണ് ഡ്രോയർ. പണം കൊടുക്കേണ്ട ബാങ്കിന്റെ ശാഖയാണ് ഡ്രോയി, അതായത് കത്തെത്തേണ്ട അഡ്രസ്. ഇനി ആർക്കാണോ പണം കിട്ടുന്നത് ആ ആളാണ് പേയി, അതായത് കത്ത് കിട്ടുന്ന ആള്. സിമ്പിളല്ലേ? ഒരു DD വാങ്ങാൻ ഈ 3 സിമ്പിൾ സ്റ്റെപ്സ് ചെയ്താൽ മതി. ബാങ്കിൽ പോവുക, DDയുടെ ഫോം വാങ്ങി പൂരിപ്പിക്കുക, ആർക്കാണ്, എവിടെയാണ്, എത്ര രൂപയാണെന്നൊക്കെ എഴുതുക. എന്നിട്ട് പണമോ അല്ലെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ തന്നെ ബാങ്ക് നിങ്ങൾക്ക് DD പ്രിന്റ് ചെയ്തു തരും. ഇനി DD വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായും ഓർത്തിരിക്കേണ്ട ഒരു സംഖ്യയുണ്ട്: 50,000 രൂപ. എന്താ ഈ തുകയ്ക്ക് ഇത്ര പ്രത്യേകത? കാരണം എന്താണെന്ന് വെച്ചാൽ, നിയമപ്രകാരം നിങ്ങൾ 50,000 രൂപയോ അതിൽ കൂടുതലോ തുകയ്ക്ക് DD എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാൻ കാർഡ് വിവരങ്ങൾ നിർബന്ധമായും നൽകണം. ഇതൊരു പ്രധാനപ്പെട്ട നിയമമാണ്, മറക്കരുത്. ഇനി DD നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളുണ്ട്. വെറുതെ വാങ്ങിവെച്ചാൽ പോരല്ലോ. എന്തൊക്കെയാണ് നിയമങ്ങളെന്ന് നോക്കാം. ഓർത്തിരിക്കേണ്ട അടുത്തൊരു പ്രധാന നമ്പർ ഇതാണ്: 3 മാസം. ഇതാണ് DDയുടെ വാലിഡിറ്റി അഥവാ കാലാവധി. റിസർവ് ബാങ്കിന്റെ നിയമം വളരെ വ്യക്തമാണ്. DD ഇഷ്യൂ ചെയ്ത തീയതി മുതൽ കൃത്യം 3 മാസത്തിനകം അത് ബാങ്കിൽ കൊടുത്ത് പണം വാങ്ങണം. ആ ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ ആ DDക്ക് വിലയില്ല. അതുകൊണ്ട് DD കിട്ടിയാൽ ആ ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. DDയുടെ മുകളിൽ ഇടത് സൈഡിലായി 2 വരകൾ കണ്ടിട്ടില്ലേ? അതിനാണ് അക്കൗണ്ട് പേ ക്രോസിംഗ് എന്ന് പറയുന്നത്. ഇതൊരു സൂപ്പർ സെക്യൂരിറ്റി ഫീച്ചറാണ്. ഈ വരകളുണ്ടെങ്കിൽ DD ആരുടെ പേരിലാണോ അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് മാത്രമേ പണം പോവുകയുള്ളൂ, കയ്യിൽ പണമായി കിട്ടില്ല. അതുകൊണ്ട് ഇത് വഴിയിൽ കളഞ്ഞു കിട്ടിയാലും വേറൊരാൾക്ക് അതുകൊണ്ട് ഒരു കാര്യവുമില്ല. ഓക്കേ, ഇനി കാര്യങ്ങൾ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ലെങ്കിലോ? DD ഒന്ന് ക്യാൻസൽ ചെയ്യണം, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി. പേടിക്കാനൊന്നുമില്ല, അതിനെല്ലാം കൃത്യമായ വഴികളുണ്ട്. നമുക്ക് നോക്കാം. ഒരു DD ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിയ ആള് തന്നെ ഒറിജിനൽ DDയും അത് വാങ്ങിയപ്പോൾ കിട്ടിയ രസീതുമായി ബാങ്കിൽ പോകണം. ഒരു ചെറിയ ഫോം പൂരിപ്പിച്ചു കൊടുത്താല് ബാങ്ക് അവരുടെ ചെറിയൊരു സർവീസ് ചാർജ് എടുത്തിട്ട് ബാക്കി തുക മുഴുവൻ നമുക്ക് തിരികെ തരൂ. ഇതാണ് എല്ലാവർക്കും ഉള്ളൊരു പേടി, അല്ലേ? അയ്യോ, DD കളഞ്ഞുപോയി, ഇനി പൈസ പോയോ, എന്ത് ചെയ്യും? പേടിക്കേ വേണ്ട. DD നഷ്ടപ്പെട്ടാൽ
ഉടൻ തന്നെ അത് ഇഷ്യൂ ചെയ്ത ബാങ്കിൽ പോയി വിവരമറിയിക്കുക. അവരൊരു ഫോം തരും, അതോടൊപ്പം ഒരു ഇൻഡെംനിറ്റി ബോണ്ടും ഒപ്പിട്ടു കൊടുക്കേണ്ടി വരും. അതായത് ഈ DD കാരണം ബാങ്കിനെന്തെങ്കിലും നഷ്ടം വന്നാൽ നമ്മൾ ഉത്തരവാദിയായിരിക്കും എന്നൊരു ഉറപ്പ്. ഇത് കൊടുത്താൽ റിസർവ് ബാങ്കിന്റെ നിയമപ്രകാരം ബാങ്ക് 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്കൊരു ഡ്യൂപ്ലിക്കേറ്റ് DD തരും. അപ്പോ നമ്മൾ DDയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. എല്ലാം കൂടെ ഒന്നുകൂടി ഓർത്തിരിക്കാൻ ഒരു ക്വിക്ക് റീക്യാപ്പ് നോക്കാം. പ്രധാനമായും പണം കിട്ടുമെന്ന് 100% ഉറപ്പ് വേണ്ടിവരുന്ന സ്ഥലങ്ങളിലാണ് DD ഉപയോഗിക്കുന്നത്. ഉദാഹരണത്തിന് കോളേജ് അഡ്മിഷൻ, ഗവൺമെന്റ് ഫീസുകൾ, കോടതിയിലെ ഇടപാടുകൾ, വലിയ ബിസിനസ് ടെൻഡറുകൾ, പരീക്ഷാ ഫീസുകൾ, ഈ ലിസ്റ്റ് അങ്ങനെ നീണ്ടുപോകും. അപ്പോ മറക്കരുതാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ 1. DD പ്രീപെയ്ഡ് ആണ്. 2. വാലിഡിറ്റി 3 മാസമാണ്. 3. ഇത് ഒരിക്കലും ബൗൺസ് ആവില്ല. 4. ബാങ്ക് മാത്രമേ ഇത് തരികയുള്ളൂ. അവസാനം ഒരു ചെക്കിനേക്കാളും എപ്പോഴും സുരക്ഷിതമാണ് DD. നമ്മൾ ഗൂഗിൾ പേയും ഫോൺ പേയും ഒക്കെ ഉപയോഗിക്കുന്ന ഈ കാലത്ത് ഒരു കടലാസ് കഷണത്തിന് എന്ത് പ്രസക്തിയെന്ന് തോന്നാം, അല്ലേ? പക്ഷേ 100% ഉറപ്പും വിശ്വാസ്യതയും വേണ്ടിവരുന്ന ഇടങ്ങളിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റിന് വെല്ലാൻ ഇന്നും മറ്റൊന്നില്ല. ഒരുപക്ഷേ ആ വിശ്വാസ്യത തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ ശക്തി, അല്ലേ?